ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എം ജെ ടെക് ട്രാവലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു കിഡിലൻ കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഇടുക്കി ജില്ലയുടെ തൊടുപുഴ പട്ടണത്തിൽ നിന്ന് ഒരു 20 കിലോമീറ്റർ മാറിയിട്ട് തൊമ്മൻകുത്തിൻ്റെയൊക്കെ അടുത്തായിട്ട് ആനചാടിക്കൂത്ത് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. എന്ന് വെച്ചാൽ കിഡിലൻ സ്പോട്ട് എന്ന് വെച്ചാൽ കിഡിലൻ സ്പോട്ടാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ നിങ്ങൾ സിംഗിളായിട്ടോ ഒക്കെ വരാൻ പറ്റിയൊരു കിഡിലൻ സ്പോട്ട് തന്നെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടും. വണ്ടി പാർക്കിങ്ങിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെറിയ വഴി കൂടെ നടന്നു പോകണ്ടേട്ടാ. ഇതുപോലെ വീടിനോട് ചേർത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ പാർക്കിംഗ് ഏരിയ ആയിട്ടുണ്ട്. 30 രൂപയാണ് ഇപ്പോൾ പാർക്കിങ്ങിന് നമ്മുടെ ഇന്ന് കാറിന് വാങ്ങിച്ചത്. ഇപ്പോൾ ഇവിടെ കുറച്ച് വണ്ടികളുണ്ടായിരുന്നു. പിന്നെ തൊട്ടപ്പുറത്തിടാനുള്ള സൗകര്യമുണ്ട്. ഈ കോട്ടയം ഭാഗത്തു നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ തൊടുപുഴ ടൗണിൽ നിന്ന് 20 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് തൊമ്മൻകുത്ത് ജംഗ്ഷനിലെത്തണം. അവിടെ നിന്ന് വണ്ണപ്പുറം പോകുന്ന വഴി 1 കിലോമീറ്റർ ദൂരം പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ആനചാടിക്കൂത്തിലേക്ക് എത്താം. ബസ്സിൽ വരുന്നവരൊക്കെ തൊടുപുഴയിൽ വന്നിട്ട് അവിടെ നിന്ന് തൊമ്മൻകുത്ത് ജംഗ്ഷനിലേക്ക് ബസ് ഉണ്ടാവും. അവിടെ ഇറങ്ങിയിട്ട് ജസ്റ്റ് ഒന്ന് ഓട്ടോ പിടിച്ച് വരാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ദൂരം ഒരു ചെറിയൊരു പോക്കറ്റ് റോഡ് പോലെ കാണാം. അതിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയകളുണ്ട്. അപ്പോൾ അവിടെ എവിടെയെങ്കിലും വണ്ടി പാർക്ക് ചെയ്തിട്ട് പിന്നെ കുറച്ച് ദൂരം ഒരു 10 മിനിറ്റ് നടക്കാനുള്ള ഇത് മാത്രമേ ഉള്ളൂ. കുറച്ച് കയറ്റവും മലകളൊക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. വലിയൊരു കുന്നുപോലെയുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ്, വലിയ പാറയുടെ മുകളിലേക്കാണ് നമ്മൾ നടന്ന് കയറാം. അപ്പോൾ കുറച്ചങ്ങോട്ട് നടന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ വീടുകൾ കാണാം. ആ വീടുകളുടെയൊക്കെ ഫ്രണ്ടിൽ കൂടി ചെറിയ സ്റ്റെപ്പ് പോലുള്ള വഴികളും അതൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോഴത്തേക്കും പാറയുടെ ഒരു കാൽ ഭാഗം കയറി കഴിയുമ്പോഴത്തേക്കും ഒരു കോഫി ഷോപ്പുണ്ട്. ചെറിയൊരു വീട് പോലുള്ളതിൽ കോഫി ഷോപ്പ്. അവിടെ ചായ, കോഫി, ചെറുകടികൾ, ബജ്ജി, നാരങ്ങ വെള്ളം, കൂൾ ഡ്രിങ്ക്സ്, അങ്ങനെ അപ്പം, ദോശ, ഒരുപാട് ഐറ്റംസ് അവിടെ കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ചായ കുടിച്ചിട്ട് പതിയെ മുകളിലേക്ക് കയറി അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലെത്തി. ആ ആനചാടിക്കുന്നിൻ്റെ മുകളിൽ. അങ്ങനെ അവിടെ നിന്ന് പതിയെ ഒന്നും കൂടി താഴേക്ക് നടന്ന് പതിയെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെല്ലാണ് നമ്മുടെ ആനചാടിക്കൂത്ത് വെള്ളച്ചാട്ടം. അവിടെ നമുക്ക് ഫാമിലി ആയിട്ട് കുളിക്കുക എന്ത് വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം അതിശക്തമായ വെള്ളച്ചാട്ടമൊന്നുമില്ല, ഇങ്ങനെ ഒഴുകിയൊന്നും പോകുന്നില്ല. അവിടെ ഭംഗിയായിട്ട് നിന്ന് തന്നെ നമുക്ക് കുളിക്കാം. മഴക്കാലങ്ങളിൽ മാത്രമായിട്ട് ഈ വെള്ളച്ചാട്ടം അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയിൽ തന്നെ കാണണമെങ്കിൽ നമുക്ക് മഴക്കാലങ്ങളിൽ തന്നെ വരണം. ജൂലൈ മുതൽ ഒക്ടോബർ മാസം വരെയാണ് വെള്ളച്ചാട്ടം നല്ല കിഡിലിനായിട്ട് ആസ്വദിക്കാൻ പറ്റിയ സമയം എന്ന് പറയുന്നത്. ഇതാണ് ഒരു കിഡിലൻ ഗുഹ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും. നോക്കി 2 പാറ അപ്പുറം, അതിൻ്റെ മുകളിലേക്ക് ഒരു പാറ കൊണ്ട് കയറിയിരിക്കണം. നല്ല ചിട്ടിക്കാറ്റ് വ്യൂ ആണ്. ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് എൻട്രി ഫീ ഒന്നും വരുന്നില്ല. ഈ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ടരികിലായിട്ട് തന്നെ ടോയ്ലറ്റും അതുപോലെ നമുക്ക് ഡ്രസ്സൊക്കെ സൂക്ഷിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ഫേസ്ബുക്കിലാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ കിട്ടും. അപ്പോൾ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ കാണുന്നവരെ ബൈ.